മാരുതി സുസുക്കി ആൾട്ടോ 800 അപ്പോൾ വണ്ടിയുടെ ഡോറ് തുറക്കാൻ പറ്റുക, റിയറിലെ ലെഫ്റ്റ് സൈഡ് ഡോറ് തുറക്കാൻ പറ്റാനുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ അയച്ചെടുത്ത് എങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ ലാച്ച് ഉള്ളിൽ ഡോർ പാഡൊക്കെ അയച്ചെടുത്തിട്ട് ഡോറിങ് ഇതായി തുറന്ന്, പക്ഷേ ഉള്ളിൽ ലാച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. ലാച്ച് ഇതാ വരുന്നത്, ഇത് ആക്ച്വേറ്റർ അടക്കം വരുന്ന ലാച്ചാണ് കണ്ടാ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസിൽ ആക്ച്വേറ്റർ അടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് 2 റിവറ്റ് അടിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ലാച്ചിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൊളിച്ചെടുത്തിട്ടുണ്ട്, ഈ 2 ഹോളിൽ റിവറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്സ് വരുന്നത് പറഞ്ഞാൽ ആക്ച്വേറ്ററിൽ ഇതുപോലെ ലാച്ചിൽ ആക്ച്വേറ്റർ വരാത്തതും വരുന്നുണ്ട്. ഇതിന് 400 രൂപ വരുന്നുള്ളൂ. ആക്ച്വേറ്റർ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ആക്ച്വേറ്റർ ഇതിൻ്റെ പഴയ ലാച്ചിൻ്റെ മുകളിൽ നിന്ന് ആക്ച്വേറ്റർ ഇവിടെ നിന്ന് ഈ റിവറ്റ് ഇങ്ങനെ അഴിച്ചെടുത്തതിന് ശേഷം ഈ ക്ലാമ്പ് ഇതിലേക്ക് ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആക്ച്വേറ്റർ ഇതായി ഇവിടെ നിന്ന് ഈ ക്ലാമ്പ് അടക്കമാണ് വരുന്നത് പഴയ ആക്ച്വേറ്ററിൻ്റെ മേൽ, പഴയ ലാച്ചിൻ്റെ മുകളിൽ നിന്ന് അത് എടുത്ത് അത് 2 റിവറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിവറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ക്ലാമ്പ് അടക്കം ആക്ച്വേറ്റർ പുതിയ ലാച്ചിലേക്ക് കയറ്റിയിട്ടുണ്ട്. 2 റിവറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. റിവറ്റ് അടിച്ചാൽ കുറച്ചും കൂടി നല്ലത്, വെൽഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് റിവറ്റ് അടിക്കുന്നതായിരിക്കും. കാരണം വെൽഡ് ചെയ്യുമ്പോൾ ഈ സമയത്ത് വെച്ചാൽ ഈ ക്ലാമ്പിൽ ചിലപ്പോൾ താങ്ങണമെന്നില്ല. അപ്പോൾ അതിൽ ഇത് ആക്ച്വേറ്ററിലേക്ക് ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റിവറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ തുറക്കലൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഉള്ളിൽ ലാച്ചിൻ്റെ ഇതുണ്ടോ ആക്ച്വേറ്റർ മാത്രം മാറ്റി കൊടുത്ത് ബാക്കി വേറെ ക്ലിപ്പും ഇതെല്ലാം അതിൻ്റെ കമ്പിയെല്ലാം കറക്റ്റ് കൊടുത്ത് ഉള്ളിൽ നിന്നും തുറക്കാൻ ഉണ്ടാ. ഉള്ളിൽ ഹാൻഡിൽ വരുന്ന ഈ കമ്പിയാണ് ഉണ്ടാ, തുറക്കുമ്പോൾ കറക്റ്റ് തുറക്കാൻ പറ്റും കേട്ടോ. ഇനി സെൻട്രൽ ലോക്കിൽ വർക്ക് ചെയ്യുന്ന കൂടി ചെക്ക് ചെയ്ത് നോക്കും. സെൻട്രൽ ലോക്കിൻ്റെ സിസ്റ്റത്തിൽ റിമോട്ടിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് നമുക്ക് കീ സിലിണ്ടറിൽ ഇട്ടിട്ട് സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യാം. വേണ്ട സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സൈഡിൽ സെൻട്രൽ ലോക്ക് വർക്കിംഗ് ആണ് കണ്ടോ. അപ്പോൾ നമ്മൾ ലാച്ചൊക്കെ പിടിപ്പിച്ച് അതിന് ശേഷം ഡോർ പാഡൊക്കെ ഫുള്ള് പിടിപ്പിച്ചതിന് ശേഷം വൈൻഡറിൻ്റെ വൈൻഡർ ഗ്ലാസ് പൊക്കണി താഴത്തിനുള്ള ഈ ലോക്കൊക്കെ പിടിപ്പിച്ചതിന് ശേഷം വണ്ടി ഓക്കെ ആയിട്ടുണ്ടാവും. ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് തുറക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സെൻട്രൽ ലോക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ റിമോട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചാവിയിട്ട് തുറക്കുമ്പോൾ പ്രശ്നമില്ല, കുഴപ്പമില്ല. ആക്ച്വേറ്റർ ഓക്കെയാണ്. വേണ്ട പുറത്തുനിന്ന് തുറക്കുമ്പോഴുള്ള കണ്ടീഷൻ ഉണ്ടോ. ഇപ്പോൾ പുറത്തുനിന്ന് തുറക്കാനും പറ്റുന്നില്ല, അതുപോലെ ഉള്ളിൽ നിന്നും ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡോറിൻ്റെ ആക്ച്വേറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചില മോഡലുകൾക്ക് ഇതുപോലെ ഇതിൻ്റെ ലാച്ചിൻ്റെ ഒപ്പം തന്നെ ആക്ച്വേറ്ററും കൂടി വരും. ആൾട്ടോ 800 ആണെങ്കിൽ ഇതുപോലെ ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ആക്ച്വേറ്റർ വരിക. അപ്പോൾ ആക്ച്വേറ്റർ ഇവിടെ നിന്ന് റിവറ്റ് അയച്ചെടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലാച്ച് മാത്രം വരുന്നതിന് 400 രൂപ വരും. ആക്ച്വേറ്റർ അടക്കം വരികയാണെങ്കിൽ 1000-1000 മേലെ വരും, 1400 അല്ല 1200 ആ റേഞ്ചിലൊക്കെ വരും. അപ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ മാറാൻ പറ്റും. ഓക്കെ ബസ്.